ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എണീറ്റായിരുന്നു കേട്ടോ. 5 മണിയായപ്പോൾ എണീറ്റ് ഉമ്മറത്തെ വാതിലൊക്കെ തുറന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഇനി നമുക്ക് ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. അപ്പോൾ അന്നേരത്തെ ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഫുള്ള് ഇരുട്ടാണ്. അങ്ങനെ എണീറ്റ് വന്ന് അടുപ്പിൽ വെണ്ണീറൊക്കെ വാരി കേട്ടോ. വെണ്ണീറൊക്കെ വാരി അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കിയിടാണ്. പിന്നെ കുക്കിങ് ഞാനല്ല, എൻ്റെ നാത്തൂനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ അവിടെ സഹായി മാത്രമാണ്. പിന്നെ ഞാൻ വേഗം അടിച്ചൊരു തുടയ്ക്കാനൊക്കെ നിന്ന് ഞാൻ അമ്പലത്തിൽ പോകാനുകൊണ്ട് വേഗമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അകും ഡൈനിങ് ഹാളും ലോഡും അടിച്ചു വാരി വൃത്തിയാക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചോറിലൊക്കെ കഴിഞ്ഞ് എല്ലായിടവും തുടച്ച് വൃത്തിയാക്കി ഉണ്ടോ. അപ്പോൾ പിന്നെ മക്കളൊന്നും എണീക്കാത്തതുകൊണ്ട് ആരും ചവിട്ടാനൊന്നുമില്ല. അപ്പോൾ വേഗം തുടച്ച് വൃത്തിയാക്കി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ അലക്കുകയാണ്. നമ്മൾ 7 മണിക്ക് വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴേക്കും വേഗം എല്ലാം വെച്ചിട്ട് പോകാച്ചിട്ട് കേട്ടോ. പകുതി പണികൾ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അലക്കലൊക്കെ വേഗം കഴിക്കുകയാണ്. അങ്ങനെ അതേ നമ്മുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് പറക്കുന്നത്ത് അമ്പലത്തേക്കാണ് കേട്ടോ പോകുന്നത്. ചെല്ലൂർ ശ്രീ പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ആളില്ലാത്ത നോക്കണ്ട, ഞങ്ങൾ പോരാൻ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു അവിടെ. അങ്ങനെ നമുക്ക് മുട്ടറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മുട്ടൊക്കെ അറുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോരണ വഴി പായസത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത്. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പിറന്നാൾ സദ്യ. ഒരുവിധം എല്ലാമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ. അങ്ങനെ അത് നമ്മൾ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മൾ പിറന്നാളുള്ള ആളുടെ ഇല ഇങ്ങനെയാണ് കേട്ടോ ഇടുക. അങ്ങനെ ആദ്യം സച്ചുട്ടി തന്നെ വിളമ്പാൻ തുടങ്ങി. പിന്നെ ശ്രീലേഖ എല്ലാം ഇലയിൽ ഇങ്ങനെ വിളമ്പി വെച്ചു. എല്ലാ വിഭവം കേട്ടോ. കോവയ്ക്ക മെഴുക്ക് വരട്ടി, ഇഞ്ചിത്തൈര്, അവിയൽ, മാമ്പഴ പുളിശ്ശേരി, പുളിയിഞ്ചി, അച്ചാർ, പപ്പടം, പായസം, അടപ്രഥമനാണ് പായസം, പിന്നെ മോര്, രസം എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഇലയിൽ വിളമ്പിയതിന് ശേഷം അമ്മ അരിയും പൂവിട്ടിട്ടാണ് നമ്മൾ ചോറുണ്ണ. എല്ലാതും കൂട്ടിയിട്ട് ഒരു ഉരുള ആദ്യം കഴിക്കും കേട്ടോ. എല്ലാ വിഭവം കൂടി തൊട്ടതിന് ശേഷം. അങ്ങനെയാണ് ഞങ്ങളിവിടുത്തെ ചടങ്ങ്. അങ്ങനെ അമ്മ എൻ്റെ
ബാക്കിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അരിയും പൂവൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. ഞാനും അച്ചുമോളും അല്ലിമോളും കൂടിയാണ് കേട്ടോ കേക്ക് മുറിച്ചത്. അങ്ങനെ അച്ചുമോൾ ആദ്യം എനിക്ക് തന്ന് അല്ലിമോൾ തന്ന, അങ്ങനെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ കേക്ക് മുറിയുടെ ഇടയിൽ സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടോ. അതിൻ്റെ ബ്രദറിൻ്റെ വകയായിരുന്നു. എനിക്കൊരു ഫോട്ടോ ഫ്രെയിമും ചോക്ലേറ്റ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനതൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റായിരുന്നു ഇത്. പിന്നെ ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ പാടത്തേക്ക് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കിയത് ബ്രദറിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവൾക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, കേക്ക് ബേന്ന്. ആവശ്യമുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.